ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റേ ഗ്രൂപ്പിലേക്ക് കാലുമാറാൻ ജി സുധാകരൻ പണ്ട് പറഞ്ഞ ന്യായം ഇന്നും ഓർത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാ കാലത്തും ഒരേ കാലിൽ നിന്നാൽ കാല് കഴിക്കില്ലേ, അപ്പോൾ കാല് മാറ്റി ചവിട്ടും എന്നായിരുന്നു ആഴമേറിയ പ്രത്യയശാസ്ത്ര ബോധം സ്ഫുരിക്കുന്ന ആ ഡയലോഗ്. ഭുവനേശ്വരന്റെ ചോര വീണ മണ്ണിൽ ചവിട്ടി നേടാവുന്നതൊക്കെ നേടിയ കാല് ഇനി അതേ നിലത്തൂന്നുന്നതിൽ കാര്യമില്ലെന്ന് മഹാകവി ജി സുധാകരൻ തിരിച്ചറിയുകയാണ്. കാര്യം കാണാൻ അദ്ദേഹം കാല് മാറ്റി ചവിട്ടുകയാണ്. ജി സുധാകരനും ഭുവനേശ്വരനും അവസരവാദത്തിന്റെ ഓഞ്ഞ ന്യായീകരണം. എല്ലാം മറന്നേക്കാം, പുറത്തേക്കാം. ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെ ഒറ്റുകൊടുത്ത ജി സുധാകരനോട് സഖാക്കൾ ക്ഷമിക്കുമോ? എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. അയത്ന ലളിതമായി ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വം ഇനി തനിക്കൊരു ബാധ്യതയേ അല്ല എന്ന് ജി സുധാകരൻ വ്യക്തമാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ലൈവായി വീക്ഷിച്ച CPM സഖാക്കൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ UDF പിന്തുണ സ്വാഭാവികമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ രക്തസാക്ഷി ഭുവനേശ്വരനെ കുറിച്ച് ചോദ്യമുയരും. ഭുവനേശ്വരന്റെ കൊലയാളികൾ KSUക്കാരാണല്ലോ. ആ ചോദ്യത്തിന് നേരെ അദ്ദേഹം ഉയർത്തിയ ആദ്യത്തെ പരിചയാണ് പശ്ചിമ ബംഗാളിലെ സിദ്ധാർത്ഥ ശങ്കർ റേ. റേയുടെ അർദ്ധഫാസിസ്റ്റ് ഭരണത്തിൽ 1500 CPM സഖാക്കളെയാണ് വേട്ടയാടിക്കൊന്നത്. ആ റേയുടെ കോൺഗ്രസുമായി ഇപ്പോൾ CPM-ന് സഖ്യമില്ലേ എന്നാണ് ജി സുധാകരന്റെ ന്യായം. പിന്നെ UPA-യിലും ഇന്ത്യ സഖ്യത്തിലും കോൺഗ്രസിനൊപ്പം CPM-ഉം ഇല്ലേ എന്ന ന്യായം. രണ്ടും ചേരുമ്പോൾ ഭുവനേശ്വരന്റെ കൊലയാളികളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാനുള്ള ന്യായീകരണമായി. ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയ കളങ്കത്തിൽ നിന്ന് KSUവിനെയും ജി സുധാകരൻ മോചിപ്പിച്ചു. പന്തളത്തെ കുറെ നായർ പ്രമാണിമാരുടെ മക്കളാണത്രേ ആ കൃത്യം ചെയ്തത്. ഏത് രക്തസാക്ഷിയെക്കുറിച്ചും കൊലയാളികളുടെ പാർട്ടിക്ക് പറയാവുന്ന ന്യായം. കൊന്നത് സംഘടനയല്ല, ആ പ്രദേശത്തെ ഏതോ ഗുണ്ടകൾ. 1977-ലാണ് ഭുവനേശ്വരൻ കൊല ചെയ്യപ്പെട്ടത്. പോലീസ് കേസ് കുളമാക്കിയെന്ന് ആരോപിക്കുന്ന ജി സുധാകരൻ ഒരിക്കൽ പോലും അതേത് ഭരണകാലം എന്ന് പറയുന്നേയില്ല. പക്ഷേ അപ്പീൽ പോകാൻ 80-ലെ നായനാർ സർക്കാർ തയ്യാറായില്ലെന്നൊരു കൊള്ളിവാക്ക് പറയാൻ മറന്നതുമില്ല. ഭുവനേശ്വരന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം KSU എന്ന സംഘടനയിൽ നിന്ന് ഇത്ര അനായാസമായി പിഴുതുമാറ്റാൻ മടിക്കാത്ത ജി സുധാകരന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? കൊലയാളികളെ രക്ഷിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചവരുടെ രാഷ്ട്രീയവും ഇപ്പോൾ ജി സുധാകരനെ അലട്ടുന്നില്ല. പക്ഷെ അദ്ദേഹം മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ്. പോരെങ്കിൽ പാർട്ടി പരിപാടി തള്ളുന്നുമില്ല. CPM-ഉമായി പ്രത്യയശാസ്ത്ര വിയോജിപ്പുമില്ല. കോൺഗ്രസിന്റെ പിന്തുണയോടെ അമ്പലപ്പുഴയിൽ വിജയിച്ചാലും വേണ്ടി വന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ പിന്തുണച്ചേക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. നിർബന്ധിച്ചാൽ ഒരുപക്ഷെ മന്ത്രിസഭയിലും ചേർന്നേക്കും. ഐ ആം ദി റൂളർ, ഐ കൺട്രോൾ എവരിതിങ്. എത്രയൊക്കെ മാർക്സിസം പറഞ്ഞാലും, എത്രയൊക്കെ പാർട്ടി പരിപാടി ഉദ്ധരിച്ചാലും, എത്ര തവണ ഭുവനേശ്വരനെ അനുസ്മരിച്ചാലും അതാണ് ജി സുധാകരന്റെ രാഷ്ട്രീയം. കറ തീർന്ന അധികാര രാഷ്ട്രീയം. അധികാരത്തിന്റെ ഉന്നത പദവികളിലേക്ക് ചവിട്ടിക്കയറാൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വം ഒരു ഏണിപ്പടിയായി ഉപയോഗിക്കുകയായിരുന്നോ സുധാകരൻ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കുറ്റം പറയും? എത്ര അനായാസമായാണ് ജി സുധാകരൻ ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് പതിച്ചത് എന്ന് വിസ്മയിക്കുന്ന നിഷ്കളങ്കരുണ്ടാകും. പക്ഷെ അദ്ദേഹം നാം വിചാരിക്കുന്ന ഔന്നത്യത്തിലൊന്നും ആയിരുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. സംഘടനയിലും രാഷ്ട്രീയത്തിലും തന്റെ ടേം കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ജി സുധാകരന്റെ പ്രശ്നം. തന്നെക്കാൾ എത്രയോ ജൂനിയർ ആയിരുന്നവർ പാർട്ടി പദവിയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും മന്ത്രിമാരും ഒക്കെ ആയതിൽ അസഹനീയമായ ആത്മവ്യഥ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ നിലപാടിനെ പരസ്യമായി ജി സുധാകരൻ തിരുത്തിയിരുന്നു. പാർട്ടി സെക്രട്ടറിയെ പരസ്യമായി ഇങ്ങനെ അവഹേളിച്ച ജി സുധാകരനാണ് ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ തന്നെ കളിയാക്കിയേ എന്ന് പദം പറഞ്ഞ് നിലവിളിച്ചത്. എന്തെല്ലാം നാടകങ്ങളാണ് സുധാകരൻ കളിക്കുന്നത്? എന്താണ് കാരണം? പാർട്ടി സെക്രട്ടറിയായി ഗോവിന്ദൻ മാഷിനെ അംഗീകരിക്കാനേ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതുപോലെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കോടിയേരിയെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? മാഹിയിലെ കോളേജിൽ കോടിയേരി SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന താൻ ആ കോളേജിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ടത്രേ. തന്നേക്കാൾ താഴെയാണ് കോടിയേരി എന്ന് സ്ഥാപിക്കാൻ പറഞ്ഞ ഉദാഹരണം. എത്രയോ കാലം പാർട്ടി ക്ലാസ് എടുത്ത ആളാണ് താൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മാർക്സിസം ലെനിനിസത്തിൽ ആഴമേറിയ ജ്ഞാനം അവകാശപ്പെടാനാണല്ലോ അദ്ദേഹം ഈ കഥ അയവിറക്കുന്നത്. അത്രത്തോളം പ്രത്യയശാസ്ത്ര ധാരണ ഉണ്ടായിരുന്ന ആളിന് എന്തുകൊണ്ടാണ് ലാവ്ലിൻ വിവാദത്തിന്റെ ഉള്ളുകള്ളികൾ തിരിച്ചറിയാൻ കഴിയാതെ പോയത്? അന്ന് ആ വിവാദത്തെ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധിച്ചവരുടെ നിരയിൽ ജി സുധാകരൻ ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് അദ്ദേഹം ചെയ്തത് എന്താണ്? ആ വിവാദത്തിന്റെ നിഴലുപറ്റി പാർട്ടി നേതൃത്വം അട്ടിമറിക്കാൻ നടക്കുകയായിരുന്നു ജി സുധാകരൻ. അന്നത്തെ കയ്യിലിരിപ്പ് നോക്കിയാൽ 2006-ൽ സീറ്റ് കിട്ടേണ്ട ആളോ മന്ത്രിയാകേണ്ട ആളോ അല്ല ജി സുധാകരൻ. സംഘടന പിടിച്ചെടുക്കാനും വേണ്ടപ്പെട്ടവരെ സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാനും ഒരിക്കൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരെ വലിച്ചിളക്കാനുമുള്ള അക്ഷഹൃദയം അദ്ദേഹത്തിന് നന്നായി അറിയാം.
പക്ഷെ താൻ തന്നെ നിഷ്കാസിതനായി പോയ സാഹചര്യം മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. ലെനിനോടും മാവോയോടും ഹോച്ചിമിനോടും കാസ്ട്രോയോടുമൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ ഉപമിക്കുന്നത്. അവരൊക്കെ മരിക്കുന്നത് വരെ അധികാരത്തിൽ തുടർന്നു, തനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് പത്രസമ്മേളനത്തിൽ ചോദിക്കുന്ന അതേ നാവുകൊണ്ട് താനൊരു മാർക്സിസ്റ്റ് പണ്ഡിതനാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്തൊരു വിരോധാഭാസം! പ്രായത്തിന്റെ പേരിൽ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് അൺമാർക്സിയനാണ് എന്ന് അദ്ദേഹം കടുത്ത ആത്മവിശ്വാസത്തോടെ സിദ്ധാന്തിച്ചത്. അധികാരവും അതിന്റെ നിർദ്ദയവുമായ പ്രയോഗവുമാണ് ജി സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ഇക്കാലം വരെ നിലനിർത്തിയിരുന്നത്. പാർട്ടി സംഘടനയ്ക്കകത്തെ കരുത്തും പദവിയും ഉന്മത്തനാക്കിയ ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാവരെയും അടക്കി ഭരിച്ചും പലരുടെയും തലവരെ തിരുത്തിയും മായിച്ചും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ആലപ്പുഴയിലെ അധികാര രാഷ്ട്രീയത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ അധികാരം നഷ്ടപ്പെട്ട സാഹചര്യത്തോട് ഇത്ര കാലമായിട്ടും പൊരുത്തപ്പെടാൻ ജി സുധാകരന് കഴിഞ്ഞിട്ടില്ല. തനിക്ക് പകരം ഇന്ന് ആ അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരോടുള്ള ഈർഷ്യയും പകയും വിദ്വേഷവും അസൂയയുമാണ് അദ്ദേഹത്തെ ഈ പടപ്പുറപ്പാടിലേക്ക് നയിച്ചത്. പാർട്ടി ചുമതലയും സംഘടനാ പദവിയുമൊക്കെ മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ള അധികാരലബ്ധിയാണെന്ന് ധരിക്കുന്നവരുണ്ട്. പദവിയും ചുമതലയും കയ്യിലിരിക്കുന്ന കാലത്തോളം അവരുടെ അധികാര ഗർവിന് കീഴടങ്ങി ജീവിക്കുന്നവരുമുണ്ടാകും. ഗത്യന്തരമില്ലാതെ സഹിക്കുന്നതാണ്. എന്നാൽ പദവിയും ചുമതലയും നഷ്ടപ്പെടുന്ന നിമിഷം ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അസ്വീകാര്യനായ ഒരാളായി അയാൾ മാറും. അധികാര ഗർവ് അതേപടി നിലനിൽക്കുകയും അനുസരിക്കാൻ ആളെ കിട്ടാതെ വരികയും ചെയ്യുന്ന അവസ്ഥ അത്തരക്കാരെ സംബന്ധിച്ച് വളരെ ഭീകരമാണ്. ആ അവസ്ഥ ഒരാളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യം. അത്തരക്കാർ ചിലപ്പോൾ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും ആയേക്കും. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്തുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പിന്നെ 25% അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കും. കാരണം ഇല്ലെങ്കിൽ പിന്നെ അത് കിട്ടാതെ വന്നാലോ 6,500 കോടി രൂപ പിഴമ്പൊടി കെട്ടിവെച്ചു. ജർമ്മൻ ബാങ്കിൽ നിന്ന് ഞങ്ങൾ ലോൺ എടുത്തു. 3% പലിശ. അങ്ങനെ 6,500 കോടി രൂപ കെട്ടിവെച്ചാണ് ഈ ഇതിലുള്ള ഏർപ്പാടാക്കിയത്. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ 25% കൊടുത്തത് കിഫ്ബിയാണ് സാറേ, PWD അല്ല. 2019 മുതൽ 22 വരെ 10 തവണകളായി 5,581 കോടി രൂപ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇത് സാറിന്റെ PWD ജർമ്മൻ ബാങ്കിൽ നിന്ന് 3% പലിശക്കെടുത്ത ലോണല്ല. ആ പണം കൊടുത്തത് കിഫ്ബിയാണ്. കിഫ്ബിയെ കിംബി എന്ന് കളിയാക്കി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ? അതിന്റെ ചുരുക്ക് ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ? സാറിന് പത്രസമ്മേളനത്തിൽ വിവരിച്ച പെരുമ്പളം പാലമുണ്ടല്ലോ, 100 കോടി ചെലവിൽ അത് പണിതതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ്. മലയോര ഹൈവേയും തീരദേശ ഹൈവേയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. വേറെ അസംഖ്യം റോഡുകളും പാലങ്ങളും ഒക്കെ തന്റെ ഭരണ നേട്ടങ്ങളായി അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അവയിൽ മുക്കാലേ മുണ്ടാണിയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പണി കഴിപ്പിച്ചത്. സ്വന്തം ഭരണ നേട്ടത്തെക്കുറിച്ച് വാചാലനായപ്പോഴും കിഫ്ബിയെക്കുറിച്ച് ഒരക്ഷരം പറയാതിരുന്ന ആ ജാഗ്രതയുണ്ടല്ലോ, അത് പൊളിച്ചു. കിഫ്ബി ആകാശ കുസുമമാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഭരണഘടനാ വിരുദ്ധ സ്ഥാപനമാണെന്നൊക്കെ ആക്ഷേപിച്ച് നടന്നവരുടെ കൂടാരത്തിലേക്ക് ആ സംവിധാനത്തെ കിംബി എന്ന് അധിക്ഷേപിച്ച ആളും കൂടി നടന്നു കയറുമ്പോൾ പഴയകാലം ഓർമ്മയുള്ളവർ ഊറിച്ചിരിക്കും. എല്ലാം മറക്കാം, പൊറുക്കാം, അവസരവാദത്തിലേക്ക് ചാഞ്ഞുപോയതിൽ സങ്കടപ്പെടാം, കാലം ആ മുറിവുണക്കുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. പക്ഷേ ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വത്തെ ഒറ്റുകൊടുത്തത് സഖാക്കൾ അത്ര വേഗം പൊറുക്കാൻ സാധ്യതയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളോടുള്ള അഭ്യർത്ഥന ആവർത്തിക്കുന്നു. nbkerala.com സന്ദർശിക്കുക. പ്രതിമാസം 100 രൂപ ഗൂഗിൾ പേ വഴി ഓട്ടോ പേ നൽകാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തികമായി ന്യൂസ് ബുള്ളറ്റ് കേരളയെ നിലനിർത്താൻ സഹായിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.